ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു മീൻ കറി വെക്കാൻ നോക്കാം. അതിനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്, കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 4 മീഡിയം തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുക. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോഴേക്കൊക്കെ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരും. അപ്പോൾ ഇത് തക്കാളി വെന്ത് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊരു ജ്യൂസ് പരിവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എനിക്ക് നല്ല എരിവൊന്നും വേണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇവിടെ നല്ല എരിവ് വേണം, അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പാകത്തിന് പുളി ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു നാരങ്ങ വലിപ്പത്തിലാണ് പുളി എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഞാൻ നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതാണ് ഒന്നുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും. പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ വാട്ടുമ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കണമായിരുന്നു. എൻ്റെ കയ്യിൽ വേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. എനിക്കിന്ന് അയിലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ഏത് മീൻ വെച്ചും ചെയ്യാം. അയില ഇട്ട് കൊടുക്കണ്ടേ. മീനിട്ടാൽ വല്ലാണ്ട് ഇളക്കരുത്. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഏകദേശം ഒരു 3 മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇത് കറിയൊക്കെ ഇപ്പോൾ നന്നായി നല്ല കട്ടിയൊക്കെ ഉണ്ട്. മൺചട്ടി ആവുകൊണ്ട് ഓഫാക്കിയാലും കുറച്ച് നേരം കൂടെ തിളക്കുമല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അവിടെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ.